ഹായ് എവ്രിവൺ, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് സാരിയിൽ എങ്ങനെ ലേസ് അറ്റാച്ച് ചെയ്യാം എന്നുള്ളതാണ്. അതിന് വേണ്ട കാര്യങ്ങളും പിന്നെ അതിൻ്റെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. വളരെ എളുപ്പമാണ്, ഏതൊരു ബിഗിനറിനും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾക്ക് സാധാരണ ഒരു തുന്നൽ എങ്ങനെയാണെന്ന് മാത്രം അറിയേണ്ട ഒരു ആവശ്യമുള്ളൂ, അതിനപ്പുറം ഇതൊന്നും അറിയേണ്ട. ഇനി നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് ഒബ്വിയസ്ലി സാരിയാണ്. സാരി ആദ്യം നമ്മുടെ മേലൊന്ന് വെച്ച് നോക്കുക. ഇതൊരു ഏറ്റവും ബിഗിനർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നേ ഉള്ളൂ. നിനക്ക് ഏകദേശം കാര്യങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമുക്ക് ആദ്യം തന്നെ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മേല് വെച്ച് നോക്കിയിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് വരുന്ന ഭാഗമില്ലേ, അവിടെ നമുക്ക് 2.5 മീറ്ററാണ് ലേസ് വെക്കേണ്ടത്. ഈ 2.5 എന്ന് ഞാൻ പറയണത് ഏറ്റവും വണ്ണമുള്ള ആൾക്കാർക്ക് വരെ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ശരിക്കും എൻ്റെ വണ്ണം അല്ലെങ്കിൽ എന്നെക്കാളും കുറച്ച് വണ്ണമൊക്കെ ഉള്ള ആളാണെങ്കിൽ 2.25 മീറ്റർ തന്നെ ധാരാളമാണ്. പക്ഷേ ഒരു സേഫ്റ്റിക്ക് നമ്മളിവിടെ 2 മീറ്ററാണ് മാർക്ക് ചെയ്യുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് മെഷറിംഗ് ടേപ്പ് ഇല്ലെങ്കിൽ ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന പോലെ വെച്ചാൽ മതി. അതായത് നമ്മുടെ കൈ തൊട്ട് ഷോൾഡർ വരെയാണ് ഏകദേശം 1 മീറ്റർ എന്ന് പറയുന്നത്. അതേപോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2.5 മീറ്റർ കണക്കാക്കി എടുത്തിട്ട് നമ്മൾ അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മൾക്ക് ലേസ് വെക്കേണ്ടത്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം, അതായത് സാരിയുടെ താഴത്തെ വശം, അവിടെ നമുക്ക് 1/2 മീറ്റർ വിടുക. അതായത് സാരി എന്ന് പറയുന്നത് 5.5 മീറ്റർ ഉണ്ടാവും. അപ്പോൾ ഇതിൽ 1/2 മീറ്ററോളം നമുക്ക് ലേസ് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ സാരിയിൽ 5 മീറ്ററോളാണ് നമുക്ക് അടിഭാഗത്ത് ലേസ് വെക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ ഏകദേശം ഇതാണ് ഒരു 1/2 മീറ്റർ. കുറച്ചും കൂടി എടുത്താലും വിരോധമില്ല, കാരണം ഇത് ഉള്ളിലേക്ക് പോകുമല്ലോ. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 2.5 മതി എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഭാഗം നമ്മൾ ടക്കിൻ ചെയ്യും. താഴെയാണെങ്കിലും ഈ ആദ്യം വരുന്ന 1/2 ഭാഗം എന്ന് പറയുന്നത് ഉള്ളിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയാണ് വരിക. അപ്പോൾ ഇത് രണ്ടും ഒരു ചോക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഒരു റോളാണ്. ഒരു റോളിൽ എന്തായാലും 9 മീറ്റർ ഉണ്ടാവും. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു സാരിക്ക് തികയും. ചിലപ്പോൾ കുറച്ച് അധികം ഉണ്ടാവും, അത് നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവിലേക്ക് വെക്കാം. അത്ര എന്തായാലും ഉണ്ടാവും. അതായത് 2.5 മീറ്റർ മീതെ താഴെ ഒരു 5 മീറ്റർ, പിന്നെ ഏറ്റവും സൈഡിലായിട്ട് ഒരു 1.5 മീറ്റർ, എല്ലാം കൂടിയിട്ട് ഏകദേശം 9 മീറ്റർ ഉണ്ടാവും. നിങ്ങൾ 2.5 മീറ്റർ എന്നുള്ളത് ഒരു 2.25 മീറ്റർ എടുക്കണമെന്ന് വെച്ചാൽ കുറച്ച് ബാക്കി വരും. അപ്പോൾ അത് നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവിലേക്ക് വെക്കുകയും ചെയ്യാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. സ്റ്റിച്ച് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ വന്ന ഭാഗമില്ലേ, അവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലേസ് ഒരു ലേശം മടക്കിയിട്ട് ഞാൻ ഇങ്ങനെ വെക്കുകയാണ്. പിന്നെ ഞാൻ അടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അടിനൂലെന്ന് പറയുന്നത് ഞാൻ ബ്ലൂ കളറാണ് എടുത്തിരിക്കുന്നത്, മേളിലത്തെ നൂല് ഗോൾഡൻ കളറും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേസാണ് മേളിൽ വരുന്നത്, അവിടുത്തെ നൂല് നമ്മൾ ഗോൾഡനും, താഴെ എന്ന് പറഞ്ഞാൽ സാരിയുടെ ഭാഗത്തേക്കല്ലേ വരുന്നത്, സാരിയുടെ കളർ എന്താണോ അതാണ് നമ്മൾ അടിനൂല് വെക്കേണ്ടത്. ഇനി ലേസും സാരിയും ഒരേ കളറാണെങ്കിൽ ഒരേ നൂല് വെക്കാം. ഈവൻ ദോ താഴെ സാരിയുടെ ഭാഗം അടിഭാഗത്താണ് വരുന്നത്, അത്ര കാണില്ല വെച്ചാലും ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ നമുക്ക് സെയിം കളറുള്ളത് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിൻ്റെ പെർഫെക്ഷൻ ഉണ്ടാവും. ഇനി നമ്മൾ ആ തുമ്പത്തെത്തുമ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോർണർ ഇതേപോലെ ആക്കണം. അതിനേക്കാളും മുമ്പ് ഞാൻ സാരിയുടെ ഈ അറ്റം മടക്കി അടിച്ചിട്ടുണ്ടായിരുന്നില്ല, രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് മടക്കി അടിക്കാൻ. അപ്പോൾ സാരിയുടെ ഒരു ലേശം മടക്കി വെക്കുന്നുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ അപ്പോൾ അവിടെ ഞാനൊരു പിന്ന് കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊരു ഈ കാണുന്ന പോലെ ലേസ് ഇതേപോലെ മടക്കി വെക്കുക, ഒരു കോൺ ഷേപ്പിൽ മടക്കി വെക്കുക. എന്നിട്ട് ഈ സ്റ്റിച്ചിങ് അറ്റം വരെ കൊണ്ടുവരിക. അറ്റം വരെ കൊണ്ടുവന്നിട്ട് നമ്മൾ കുത്തി നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീഡിൽ അവിടെ തന്നെ നിർത്തണം, പക്ഷേ ഫൂട്ടർ ഒന്ന് ഉയർത്തണം. നീഡിൽ അവിടെ നിന്ന് എടുക്കാൻ പാടില്ല കേട്ടോ. നീഡിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ലൈക്ക് കണ്ടിന്യൂഷൻ പോവും, അത് ചെയ്യാൻ പാടില്ല. നീഡിൽ അവിടെ തന്നെ വെച്ചിട്ട് ഇനി സാരി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാരി അതേപോലെ ആ മടക്ക് വെക്കുക, എന്നിട്ട് ഇതേപോലെ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്ക് ഈ സാരിയും ഈ ലേസും കൂടി ഒരുമിച്ച് മടക്കി ഇതേപോലെ തുന്നാൻ, ഈ ഭാഗം വരുമ്പോൾ തുന്നാൻ പ്രയാസമാണെങ്കിൽ ആ ഭാഗം ഓൾറെഡി ഒന്ന് അടിക്കുക. അതായത് സാരിയുടെ ഈ കാണുന്ന വശം ഓൾറെഡി ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഈ ലേസ് അതിൻ്റെ മീതെ വെച്ച് അടിച്ചാൽ മതി. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും കൂടി ഹാൻഡിൽ ചെയ്യണതിന് ബുദ്ധിമുട്ട് വരില്ല. പക്ഷേ പെർഫെക്ഷന് വേണ്ടിയിട്ട്, അതായത് ഓൾറെഡി നമ്മുടെ സാരി ഒരു തവണ അടിച്ചിട്ട് അതിൻ്റെ മീതെ കൂടെ ലേസ് അടിക്കുകയാണെങ്കിൽ 2 സ്റ്റിച്ച് കാണും. അത് കാണാണ്ടിരിക്കാനും കുറച്ചുകൂടി ഒരു പെർഫെക്റ്റ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. പക്ഷേ നിങ്ങളൊരു തുടക്കക്കാരാണ്, അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ അതിന് മെനക്കെടണമെന്നില്ല കേട്ടോ. ഇനി നമ്മൾ ഇതേപോലെ അടിച്ചടിച്ച് വന്നിട്ട് ഈ അടുത്ത കോർണറിലെത്തി. എഗെയിൻ എന്താ നമ്മൾ വേണ്ടത്, ഇതേപോലെ ഒരു കോൺ ഷേപ്പിൽ ഇതേപോലെ മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. നീഡിൽ അവിടെ തന്നെ നിർത്തുക, ഫൂട്ടർ മാത്രം പൊക്കിയിട്ട് നമ്മൾ തിരിച്ച്
സ്റ്റിച്ച് ചെയ്ത് വരിക. ഇത് കാണുമ്പോൾ ഇത്തിരി പ്രയാസം തോന്നുന്നുണ്ടാവും, പക്ഷെ നമുക്ക് 1-2 തവണ വെച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിട്ട് വരും. സോ വൺസ് പെർഫെക്റ്റ് ആയിന്ന് ഉറപ്പായി കഴിഞ്ഞാൽ മാത്രം സ്റ്റിച്ച് കൊടുക്കുക. അത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. കൈകൊണ്ട് വെച്ചിട്ട് പെർഫെക്റ്റ് ആയതിനു ശേഷം മാത്രമേ സ്റ്റിച്ച് കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഈ സ്റ്റിച്ച് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറയുണ്ടായി, ഞാൻ താഴെ നീല നൂലാണ് കൊടുക്കുകയുണ്ടായി എന്നുള്ളത്, മുകളിൽ മാത്രമാണ് ഗോൾഡൻ നൂല് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അതുകൊണ്ട് തന്നെ സാരിയുടെ അവിടെ ഒട്ടും അഭംഗിയില്ല. ഇൻ കേസ് ഞാൻ ഗോൾഡൻ നൂല് തന്നെയായിരുന്നു കൊടുത്തിരുന്നത് വെച്ചാൽ, ബോബനിലും ഗോൾഡൻ നൂലായിരുന്നു കൊടുത്തിരുന്നത് വെച്ചാൽ അത് വല്ലാണ്ട് എടുത്തറിയും, അതൊരു അഭംഗിയാണ്, അത് തീരെ പ്രൊഫഷണൽ അല്ലാത്ത ലുക്ക് തരും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ താഴെ സാരിയുടെ കളർ ഏതാണോ അത് താഴത്തെ ബോബനിലിടുകയും മുകളിൽ ലേസിൻ്റെ കളർ ഏതാണോ അത് ഫൂട്ടറിൻ്റെ അവിടുത്തെ ഇതിൽ സൂചിയുടെ നൂലിടില്ലേ ആ കളറ് നൂലിടാൻ പറയാൻ കാരണം. ഇനി എന്നിട്ട് ഏറ്റവും അറ്റത്തെത്തിക്കഴിഞ്ഞാൽ ബാക്കി വരുന്നത് നമുക്ക് കട്ട് ചെയ്യാം. ഞാനിവിടെ ആക്ച്വലി 18 മീറ്ററിൻ്റെ ഒരു റോളാണ് ഉപയോഗിക്കേണ്ടായത്, അതുകൊണ്ടാണ് ഇത്രയും ബാക്കി വന്നത്. ഇൻ കേസ് നിങ്ങൾ സാധാരണ റോളാണ് മേടിക്കുന്നത്, അതിൽ 9 മീറ്റർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏകദേശം കുറച്ച് മാത്രമേ ബാക്കി വരുള്ളൂ. ആക്ച്വലി ചിലപ്പോൾ ബാക്കി വന്നു എന്ന് തന്നെ വരില്ല. സോ വൺസ് ഈ അറ്റം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എഗെയിൻ നീഡിൽ അവിടെ തന്നെ വെക്കുക, ഫൂട്ടർ മാത്രം മേപ്പട്ടേക്ക് ആക്കിയതിന് ശേഷം സ്റ്റിച്ചിങ് കണ്ടിന്യൂ ചെയ്യാം. സോ ഇതിൽ നമ്മളിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ അവസാനിപ്പിക്കുന്ന വരെ ഒരിക്കൽ പോലും നമ്മൾ ഈ തുണി അവിടെ നിന്ന് സൂയിങ് മെഷീനിൽ നിന്ന് മാറ്റുന്നില്ല. നമ്മൾ അതേപോലെ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യണത്. ജസ്റ്റ് നമ്മൾ എവിടെയൊക്കെ ആവശ്യമുണ്ടോ അവിടെയൊക്കെ നമ്മൾ ഫൂട്ടർ മേപ്പട്ടേക്ക് ആക്കി കൊടുക്കണമെന്ന് മാത്രമേ നമ്മൾ ചെയ്യണുള്ളൂ. എഗെയിൻ നമ്മൾ ഇതേപോലെ സ്റ്റിച്ചിങ് കണ്ടിന്യൂ ചെയ്തിട്ട് അടുത്ത കോർണറിലെത്തുമ്പോൾ നമുക്ക് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കണം. അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് പെർഫെക്റ്റ് ആയിന്ന് തോന്നുമ്പോൾ അതിൻ്റെ മീതെ കൂടെ സ്റ്റിച്ച് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഇതേ മെത്തേഡ് തന്നെ ചെയ്താൽ മതി. ഏത് സാരിക്ക് ലേസ് വയ്ക്കുകയാണെങ്കിലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നല്ല പ്രൊഫഷണൽ ലുക്ക് ഉണ്ടാവും. ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ വേറെ ഇടയിൽ വെച്ച് ലേസ് കട്ട് ചെയ്യുക ഒന്നും വേണ്ട. ഇത് നല്ല ഭംഗി ഉണ്ടാവും ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഇത് തന്നെ ഫോളോ ചെയ്താൽ മതി. നിങ്ങൾ റോ സിൽക്കിലാണെങ്കിലും ശരി, അല്ല കോട്ടണിലാണെങ്കിലും ശരി, സെറ്റ് സാരിയിലാണെങ്കിലും ശരി, ഏതിൽ ലേസ് വയ്ക്കുകയാണെങ്കിലും ഇതേ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. പിന്നെ സാരി മേടിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ മുറിച്ചെടുത്താൽ മേടിക്കണേ വെച്ചാൽ, ഞാൻ മുറിച്ചെടുത്ത് മേടിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ 5.5 മീറ്റർ മേടിക്കാം. ഇൻ കേസ് ബ്ലൗസും കൂടി അടക്കമാണ് നിങ്ങൾ മേടിക്കണേ വെച്ചാൽ 6.5 മീറ്റർ മേടിക്കാം. പക്ഷേ ഞാൻ ഇതിന് വേറെ ബ്ലൗസാണ് ഉദ്ദേശിക്കുന്നത്, അതാണ് കൂടുതൽ നന്നാവുക. നമ്മളെപ്പോഴും സാരി 5.5 മീറ്റർ മേടിച്ചിട്ട് അതിന് കോൺട്രാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ മെറ്റീരിയലിൻ്റെ ഒക്കെ ഒരു ബ്ലൗസ് മേടിക്കുകയാവും നന്നാവുക. അപ്പോൾ അതിന് വേറെ എക്സ്ട്രാ എത്ര വെച്ചാൽ നിങ്ങൾക്ക് 0.80 അല്ലെങ്കിൽ 1 മീറ്റർ എത്ര വെച്ചാൽ ബ്ലൗസ് പീസ് മേടിക്കാം. പിന്നെ റോള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 9 മീറ്ററാണ് ഉണ്ടാവുക ഒരു റോളിൽ. അപ്പോൾ ഒരു റോളായിട്ട് മേടിക്കാം. 9 മീറ്ററിൻ്റെ റോള് പറയുമ്പോൾ അതൊരു 200 രൂപ മുതൽ നമുക്ക് ഈസിലി കിട്ടും. ചില സ്ഥലത്ത് നമുക്ക് 100 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ എത്ര കാശ് കൊടുക്കണോ അത്രയും ഭംഗിയുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് അവസാനം ലൈക്ക് ആ പോയിന്റിലെത്തിയപ്പോൾ നമ്മൾ എടുത്തു. എന്നിട്ട് ഈ കോർണറിൽ മാത്രം ഒരു സ്റ്റിച്ച് കൊടുക്കുക. അത് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പൊന്തിയൊന്നും നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇതേപോലെ അപ്പുറത്തെ ഭാഗത്തും കൊടുക്കുക. അത് വെച്ചിട്ട് നമ്മുടെ സാരി കംപ്ലീറ്റായി. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറയണതിൽ എനിക്കറിയാം, എനിക്ക് പറഞ്ഞ് ബലിപ്പിക്കാൻ കുറച്ച് എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല. പക്ഷെ ഇതൊക്കെ വീഡിയോ കണ്ടിട്ട് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഞാൻ സാരിയുടെ മറ്റേ വശം നമ്മൾ അടിക്കേണ്ടായില്ലല്ലോ, അതൊന്ന് ഇൻ്റർലോക്ക് ചെയ്തു. ഇൻ്റർലോക്ക് ചെയ്യണമെന്നില്ല, നിങ്ങൾക്കിപ്പോൾ ലെഗ് സ്റ്റിച്ച് ചെയ്യണ മാത്രമേ ഉള്ളൂ വെച്ചാൽ സാധാരണ റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കാം. അതിൽ പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഇത് കാണുന്ന ഭാഗമല്ല, മെഷീനിൽ ഇതുള്ളതുകൊണ്ട് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് നോർമൽ സ്വിങ് അറിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. പിന്നെ ഞാനത് ഫംഗ്ഷന് പോകാൻ വേണ്ടി ഇട്ടപ്പോഴത്തെ ഉള്ള ഫോട്ടോ ആണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഇതേപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതേപോലെ ഫംഗ്ഷൻസിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു all.